കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ആദരവ്, അനുമോദനം എന്നിവയും ഇതിനോടനുബന്ധിച്ച് നടത്തി. കരുനാഗപ്പള്ളി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നേതൃത്വത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. കർഷകരെ ആദരിക്കൽ, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അദ്ദേഹം കൃഷിയെ ഒരു സംസ്കാരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൃഷിയെ മാറ്റാൻ ഒട്ടനവധി പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കി വരികയാണ്. കുറേയേറെ മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നിത്യ ജീവിത ശൈലിയാക്കി തന്നെ കൃഷിയെ മാറ്റാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. പ്രസിഡന്റ് ഐ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് R രവീന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു. മുൻമന്ത്രി പി പ്രസാദ് കർഷകരെ ആദരിച്ചു. നല്ലവണ്ണം കച്ചവടം സാധ്യതയുള്ള ഇനങ്ങളെല്ലാം ഈ ഡേറ്റയെ ആശ്രയിച്ച് നമ്മൾ കൃഷിയാക്കണം. അല്ലെങ്കിൽ ഒരു വിൽപ്പനയും ഇല്ലാത്ത ഐറ്റം ഉണ്ടാക്കിയിട്ട് അത് കെട്ടിനിൽക്കുന്നു എന്ന് പറഞ്ഞൊന്നും അറിയുന്നില്ല. അതൊക്കെ ആരെടുത്തെന്ന് പറഞ്ഞാലും എടുക്കുന്നവർക്കും അത് നഷ്ടത്തിലേക്ക് പോകുന്നു. അത് സർക്കാർ എടുത്തത്, ഏത് സർക്കാരാണ്. ഇപ്പൊ ഞാനിപ്പോ തന്നെ എടുത്ത് ഞാനൊരു 10 ഏക്കറാണ് വെണ്ട കൃഷി ചെയ്തിട്ട് എന്റെ വെണ്ടയ്ക്ക മുഴുവൻ ഈ ഗവൺമെന്റ് എടുത്തോണം എന്ന് പറഞ്ഞൊന്നും അത് ശരിയായിരുന്നല്ലോ. നമുക്ക് ആ ഒരു അവസരത്തിൽ മാർക്കറ്റിൽ ഏതിനായിരിക്കും ഡിമാൻഡ് ഉള്ളത് ഇതൊന്നും അറിയാൻ നമ്മൾ കവടി കിടത്തേണ്ട ആവശ്യമില്ല. അതൊക്കെ സംവിധാനം ഉണ്ടാവണം. ആ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പലതും ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സംയോജിത കൃഷി മറ്റൊരാൾ ചെയ്യുന്നു എന്ന പോലെ മറ്റുള്ള ഏതൊക്കെയാണ് ഇപ്പം മാർക്കറ്റിൽ അനിവാര്യമായി വരിക, വേണ്ടി വരിക എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അത്തരം കൃഷിയിലേക്ക് നമുക്ക് നീങ്ങാം. എന്തായാലും ഒരു കാര്യം പറയുന്നു, ഇതൊരിക്കലും ഒരു നഷ്ടത്തിന്റെ നിലയിൽ പോകില്ല. കാരണം കരുനാഗപ്പള്ളി അർബൻ ബാങ്ക് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് MS താര, CPIM ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, R സോമൻപിള്ള, ജഗജ്ജീവൻ ലാലി, G മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.